ശ്രീ APM നിയാസ്, അവസാനവട്ട കണക്കുകൾ വരാൻ ഇനിയും കുറച്ച് സമയം കൂടി അവശേഷിക്കുന്നുണ്ടെങ്കിലും മുംബൈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാൻ എന്തുണ്ട് എന്നുള്ളതാണ്. അപ്രസക്തമാകുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? നമുക്ക് ഒരു കാര്യം, മഹാരാഷ്ട്രയിൽ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് കഴിഞ്ഞ 28 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമല്ല. അത് 28 വർഷമായി ഈ താക്കറെ കുടുംബം അവരൊന്നിച്ചായിരുന്നു. ശിവസേന താക്കറെ കുടുംബം ഒന്നിച്ചായിരുന്നു. കാലാകാലങ്ങളിലായി അവർക്ക് BJPയോടും അത് വാജ്പേയി സർക്കാർ ഉള്ള കാലം മുതൽ BJPയോടും അതുപോലെ അവരുടെ ബന്ധപ്പെട്ട രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് പിന്നീട് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ അവിടെ BJPയുമായി അകലുകയും ആ ഉദ്ധവ് താക്കറെയെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും BJPയിൽ നിന്ന് അകലുന്നൊരു സാഹചര്യം ഉണ്ടായി. എല്ലാ സ്ഥലത്തും BJP ചെയ്യുന്നത് പോലെ ഇവിടെ വിഭജന രാഷ്ട്രീയം ഉണ്ടാക്കി ആ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കി ഈ പ്രതിപക്ഷത്തിൽ വിള്ളൽ വരുത്തുന്ന പ്രവണത അത് പല രീതിയിൽ സാമവേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം, IBIയെയും CBIയെയും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അങ്ങനെ പിളർപ്പുണ്ടാക്കിയത്. അങ്ങനെ ആ കുടുംബത്തിന് പിളർപ്പുണ്ടാക്കി അവിടെ 3 ഉദ്ധവ് താക്കറെയുടെ വിഭാഗമായി, അതേപോലെ തന്നെ ഷിൻഡെയുടെ വിഭാഗമായി, രാജ് താക്കറെയുടെ വിഭാഗമായി, അങ്ങനെ 3ഓ 4ഓ വിഭാഗമാക്കി അവിടെ മാറ്റി അതിലൊരു വിഭാഗത്തിനെ, പ്രഗത്ഭനായ വിഭാഗത്തിനെ അദ്ദേഹത്തിന് എങ്ങനെയാണ് മാറ്റിയെടുത്തതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതികൾ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാക്കിയ നേട്ടം കൊണ്ടാണ് അവർക്ക് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അതെങ്ങനെ ഉണ്ടാക്കിയാലും അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 86 സീറ്റാണ് BJP കിട്ടിയത്. അല്ല, ഞാനൊരു കാര്യം പറയാം. നിങ്ങളവിടെ ഈ BJP ഒറ്റയ്ക്കല്ല, BJP ഷിൻഡെ സഖ്യവുമായാണ് അവിടെ പലയിടത്തും മത്സരിച്ചത്. ഷിൻഡെ വിഭാഗത്തിലാണ്. അല്ല സീറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ മഹായുതി സഖ്യത്തിന് ലഭിച്ചിരിക്കുന്ന 117 സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ 227 സീറ്റിൽ അവർ കേവലം ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു. പക്ഷേ BJPക്ക് ഒറ്റയ്ക്കല്ല. അവിടെ ഷിൻഡെ സഖ്യത്തിൻ്റെ 31 സീറ്റുകൾ കൂട്ടിക്കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. നമുക്കവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലാത്തൂരിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ലാത്തൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് NCPയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുമ്പോഴും അവിടെ ഉദ്ധവ് താക്കറെ വിഭാഗം അവർ വേറെ തന്നെയാണ് മത്സരിച്ചത്. അവർ മത്സരിച്ചപ്പോൾ 86 സീറ്റുള്ള BJP ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് 68 സീറ്റുകളോളം ആയി ഉദ്ധവ് താക്കറെയുടെ വിഭാഗം തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ 68 സീറ്റുകൾ എന്ന് പറയുന്നത് BJPക്ക് കിട്ടുന്നത് 86 സീറ്റ് തൊട്ടടുത്താണെങ്കിൽ പോലും 2ാം സ്ഥാനത്താണ്. അപ്പോൾ അവരുടെ ഒരു പൂർണ്ണമായും ഒരു താക്കറെ കുടുംബത്തിൻ്റെ ആധിപത്യം ഇല്ലാതാക്കിയൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും BJPക്ക് അവിടെ വിഭജന രാഷ്ട്രീയം ഉണ്ടാക്കി ആ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കി അവിടെ പല ധാരണകൾ കൊണ്ട് പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സാമവേദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, BMC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ല 1-2 സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പോലെ അത്രയും വലിയ ബഡ്ജറ്റുള്ള സ്ഥലമാണ്. കോൺഗ്രസ് ഒരിക്കലും ആ BMCയുടെ അധികാരത്തിലേക്ക് കടന്നു വരികയോ അതിനോട് അടുത്ത് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 30 വർഷക്കാലമായുള്ള ചരിത്രം നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതല്ല, ശിവസേനയിൽ നിന്ന് അത് ശിവസേനയുടെ ഒരു വിഭാഗത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് BJP പിടിച്ചു എന്നുള്ളതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ശിവസേന മഹായുതിക്കെതിരെ രൂപീകൃതമായ മഹാവികാസ് അഘാഡിയിൽ അപ്പോൾ കോൺഗ്രസിന് വിശ്വാസമില്ലേ? നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, മഹായുതി സഖ്യമാണ് വിജയിച്ചത്. കോൺഗ്രസിൻ്റെ സഖ്യത്തിന് വോട്ട് കിട്ടിയില്ല. കോൺഗ്രസിൻ്റെ സഖ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ധവ് താക്കറെയുടെ വിഭാഗം ഇന്ന് രാജ് താക്കറെയുടെ വിഭാഗവും അതുപോലെ തന്നെ മറ്റ് ചെറിയ കക്ഷികളും ചേർന്ന് അവർ വേറെ തന്നെ അത് UBT എന്ന് പറഞ്ഞുകൊണ്ട് അവർ മത്സരിക്കുകയാണ്.
അപ്പോൾ ആ മത്സരിക്കുമ്പോൾ അവർക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്. കോൺഗ്രസിന് 3ാം സ്ഥാനമേ ലഭിച്ചിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ പ്രബല സഖ്യകക്ഷിയായിരുന്ന ബാൽ താക്കറെ വിഭാഗം അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ വിഭാഗം അവർ വേറെ മത്സരിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞങ്ങളും UBTയും നമ്മുടെ കോൺഗ്രസ് NCP സഖ്യം കൂടി ഒന്നിച്ചാണ് മത്സരിച്ചതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാളും അല്ലെങ്കിൽ BJP പിന്നെ നമ്മുടെ BJPയുടെയും ഷിൻഡെ സഖ്യത്തിനും കൂടി കിട്ടിയ മൊത്തം വോട്ടിനേക്കാളും സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾക്കവിടെ കേന്ദ്ര ഭരണം എന്നും വിദ്വേഷങ്ങൾ ഉണ്ടാക്കി പരസ്പരം വിഘടിപ്പിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തെ വിഘടിപ്പിച്ച് അതിൽ നിന്നും നേട്ടം കൊയ്യുവാനുള്ള ഒരു തന്ത്രമാണ് BJP എന്നും ലഭിച്ചത്. ആ തന്ത്രമാണ് ഇവിടെയും പറ്റിയിട്ടുള്ളത്. അത് ഇപ്പോൾ ശിവസേനയിലെ താക്കറെ കുടുംബത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. തീർച്ചയായും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള BJPക്കെതിരായി വിജയിക്കണമെങ്കിൽ ആ BJPക്കെതിരായുള്ള എല്ലാ ശക്തികളും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ വിജയിക്കൂ എന്ന കോൺഗ്രസിൻ്റെ മുന്നണി രാഷ്ട്രീയ തന്ത്രം അത് ബലപ്പെടുത്തണം എന്ന ഒരു തിരിച്ചറിവ് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഞങ്ങളിത് കാണുകയാണ്. ശരി.